ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അരയന്നക്കൊക്ക് എന്ന പക്ഷിയെ പറ്റിയാണ്. കൊക്കുകളുടെ വർഗത്തോട് ബന്ധമുള്ള പക്ഷിയാണ് അരയന്നക്കൊക്ക്. ഫിനിക്കോപ്റ്റെരിഡേ കുടുംബത്തിലാണ് ഈ പക്ഷി ഉൾപ്പെടുന്നത്. കഴുത്തിനും കാലുകൾക്കും വളരെയധികം നീളമുണ്ട് ഈ പക്ഷികൾക്ക്. ഫോണിക്കോപ്റ്റെറൈറ്ററസ് ജനസിൽ 6 സ്പീഷീസുകളാണ് ഉള്ളത്. അതിൽ ഫോണിക്കോപ്റ്റെറോസിയസ് എന്ന ശാസ്ത്രീയ നാമമുള്ള ഏർനാരകൾ മാത്രമേ ഇന്ത്യയിൽ കാണപ്പെടുന്നുള്ളൂ. ഇവയുടെ കൊക്കുകൾ ചെറുതും താറാവിൻ്റേതുപോലെ പരന്നതുമാണ്. മേൽചുണ്ടിൻ്റെ അഗ്രഭാഗം നേരെ കീഴോട്ടും മടങ്ങിയിരിക്കും. ശരീരത്തിന് മൊത്തത്തിൽ ഇളം ചുവപ്പ് കലർന്ന വെള്ള നിറമാണ് ഉള്ളത്. ചിറകിലുള്ള തുവലുകൾ കറുത്തതാണ്. തോൾഭാഗത്ത് കടുത്ത ചുവപ്പ് നിറമായിരിക്കും. അരയന്നക്കൊക്കുകൾ ഒറ്റമായി അർദ്ധവൃത്താകൃതിയിൽ പറന്നും ആഴം കുറഞ്ഞ തീരപ്രദേശങ്ങളിൽ വെള്ളത്തിലൂടെ ചവിട്ടി നടന്നും ഇരപിടിക്കുന്നു. കക്ക, നത്തയ്ക്ക, ഞണ്ട് തുടങ്ങിയ ജീവികളെ ചെളിവെള്ളത്തിൽ നിന്നും അരിച്ച് പിടിക്കുന്നതിന് ഉതകുന്ന തരത്തിൽ ഇവയുടെ കൊക്കുകളിൽ അരിപ്പ പോലെ പ്രവർത്തിക്കുന്ന പടലങ്ങൾ ഉണ്ട്. ഇവ ഇരയെ പിടിക്കുമ്പോൾ തല പുറകിലേക്ക് വലിച്ച് ഒരു പോരിക പോലെ ചലിപ്പിക്കുന്നു. ആഴം കുറഞ്ഞ പൊയ്കകളിൽ ചെളിയും കളിമണ്ണും കൂമ്പാരം കൂട്ടി അതിനുള്ളിലാണ് പെൺപക്ഷി മുട്ടയിടുന്നത്. ആൺപക്ഷിയും പെൺപക്ഷിയും മാറി മാറി 30 ദിവസം അടയിരുന്ന് മുട്ട വിരിക്കുന്നു. ഒരു പ്രാവശ്യം അടയിരിക്കുമ്പോൾ 1 or 2 മുട്ടകൾ കാണും. വെള്ളപ്പൂടകൾ പോലുള്ള നേർത്ത തുവലുകളും കുറുകിയ കാലും നേരെ നീണ്ട കൊക്കുകളുള്ള കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് 2-3 ദിവസത്തിനകം കൂട് വിട്ട് പുറത്തിറങ്ങും. ആൺപക്ഷിയും പെൺപക്ഷിയും ഒരുപോലെ തന്നെ അന്നനാളത്തിൽ നിന്ന് കുട്ടിയെ എടുക്കുന്ന ഒരു തരം പാൽ പോലുള്ള വെളുത്ത കുഴമ്പ് കുഞ്ഞുങ്ങൾക്ക് ആഹാരമായി ഇവ നൽകുന്നു. ഏഷ്യയുടെ മധ്യ പശ്ചിമ ഭാഗങ്ങളിലും ഇന്ത്യയുടെ പശ്ചിമോത്തര ഭാഗങ്ങളിലും കാസ്പിയൻ കടൽ, പേർഷ്യൻ ഉൾക്കടൽ, ദക്ഷിണ ആഫ്രിക്ക എന്നിവിടങ്ങളിലും ഇവ കണ്ടുവരുന്നു. പുറത്ത് ജീവിക്കുന്നവയ്ക്ക് 15-20 വർഷം വരെ ആയുസ് ഉണ്ടായിരിക്കും. സംരക്ഷിതമായ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ 25 വർഷത്തിലധികം കാലം ജീവിച്ചേക്കും. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.